ഏതെങ്കിലും പെൺകുട്ടികളെ വായിൽ നോക്കാൻ പോയി കാണും. അല്ലാതെ എന്ത് പറയാൻ? ഇല്ല എന്നാ തോന്നണേ. ഉണ്ടെങ്കിൽ ചാടി വന്നേനെ. എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടും പോകാനല്ല, ആ മണികണ്ഠനെ. മണികണ്ഠൻ ഓട്ടം പോയിരിക്കുക. മാധവൻ കുട്ടിന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നെ പോലെ വല്ല ഡീസന്റ് പാർട്ടീസും ആയിരിക്കുമെന്ന്. അയ്യടാ, നിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എനിക്ക് വേറെ യാതൊരു ദോഷവശങ്ങളും ഇല്ല. കേറ് നിന്റെ തമാശക്കൊക്കെ പഴയ താണ നിലവാരം തന്നെ, ഒരു പുരോഗമനവും ഇല്ലല്ലേ? എന്റെ സ്റ്റാൻഡേർഡിന് ഇതൊക്കെ മതിയടേ. ഇതാണ് വീട്, ചെല്ല്. നീ വരുന്നില്ലേ? ഇല്ല, നമ്മൾ ഒരുമിച്ചാണ് വന്നതെന്ന് അവരറിയണ്ട. പെണ്ണിനെ കാണുക, ഉടനെ പോരുക. അവരെന്തെങ്കിലും ചോദിച്ചാലോ? കുറുപ്പ് മാഷ്ട മകനാണ്, ടീച്ചറാക്കാൻ പറ്റിയ ആളാണോ രാധിക എന്ന് വെരിഫൈ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പെണ്ണ് കാണാൻ വന്നതെന്ന് പറയണ്ടേ? തൽക്കാലം അങ്ങനെ പറയണ്ട. സത്യം പറയടേ, നിന്റെ പഴയ വേലവെപ്പ് പരിപാടി വല്ലതും ആണോ? അടി കൊള്ളൂ. ഏയ്, ഞാനതൊക്കെ എന്നേ നിർത്തി. ഇന്ന് ഞാനൊരു പുതിയ മനുഷ്യനാണ്. എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഗോഡ് പ്രോമിസ് ഓൾ ദി ബെസ്റ്റ്. ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? സോറി. അമ്മ, ഏ? അമ്മ. നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. അവളാ എന്റെ മേത്തൊന്ന് ഇടിച്ചത്. എന്തോ കുഴപ്പമുണ്ട്. നീ ഇടിച്ച എന്നെ കുഴപ്പം. അതല്ല, അമ്മ അമ്മ എന്ന് പറഞ്ഞ് അകത്തോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പുറത്തോട്ട് പോയി. എവിടെ? അമ്മച്ചി, അമ്മ എവിടെ? അമ്മ വന്നില്ല. കൃഷ്ണൻകുട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വെച്ചിട്ടാ. ഈ കുട്ടിയുടെ അമ്മ എവിടെയാന്ന് ചോദിച്ചേ. ഓക്കെ സിസ്റ്റർ. ഇനി വന്നേ. നിന്നോട് അപ്പഴേ പറഞ്ഞതാ വല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. നിന്റെ ഒരു അന്തസ് കീപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 500 രൂപ എങ്ങനെയായാലും ഇവിടെ കെട്ടേണ്ടി വരും. വേറെ ആർക്കും വേണ്ടിയല്ലോ. ഭാവിയിൽ ഇതിന്റെ ഏറ്റവും അധികം പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാ. അതിന് എന്റെ 10 പൈസ പോലും ഇല്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? അയ്യോ, മോതിരം. അമ്മയെങ്ങാനും ചോദിച്ചാ ഇത് ഓരോന്നും ഓരോ ദോഷം മാറാൻ വേണ്ടി ഇട്ടിരിക്കുക. ഇതെല്ലാ ദോഷവും ഒരുമിച്ച് മാറാനുള്ള വഴിയാ ഞാൻ പറയുന്നത്. എടാ, വലിയ കോയിക്കലെ സുഭദ്രാമ്മ തമ്പുരാട്ടിക്ക് വേണ്ടി നിന്റെ ഒരു മോതിരം പണയം വെച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ ഒന്നും പറയില്ല. വലുതും ത്യാഗം ചെയ്താലേ ചിലത് നേടാൻ പറ്റൂ. നല്ല കൂടിയനും ഗോൾഡാ. എത്ര വേണം? എത്ര കിട്ടും? 1500. ഒരു പവനില്ലേ മുതലാളി? എന്ന് പറഞ്ഞ സ്വർണത്തിന് വില കുറഞ്ഞ കാര്യം അറിയില്ല. ഈ സ്വർണം വാങ്ങാൻ വരുന്നവരോട് ഈ വില കുറഞ്ഞവരൊന്നും പറയുന്ന കാണാറില്ലല്ലോ. അതെ, മണികണ്ഠൻ ആയതുകൊണ്ടാ പണയം ഞാൻ ഈ വിലക്ക് എടുക്കാവുന്ന വെച്ചത്. എന്താ വേണോ? ഇത് കെട്ടാപ്പുലി എല്ലാം തിന്നാ. അല്ല, ഉള്ളത് തരാൻ. സ്വർണം പണയം എടുക്കാൻ കടക്കാർക്ക് പേടിയാ. മരുന്ന് നീ ഇതിലാ മേടിച്ചത്? മരുന്ന് വെച്ചാ വണ്ടി ഓടൂ. ഇത് പെട്രോളാ. ഓഹോ, അപ്പൊ അതും നീ ഇതിനകത്തുനിന്ന് മുതലാക്കി. എല്ലാം നിനക്ക് വേണ്ടിയാ. അയ്യോ, എനിക്ക് വേണ്ടി നീ ഇങ്ങനെ അങ്ങ് ത്യാഗം ചെയ്യല്ലേ മണികണ്ഠ. എന്റെ ബ്ലഡിലേ ഉള്ളതാണ് ആ ത്യാഗം. വണ്ടി വിട്. ഇന്റൻസീവില് സുഭദ്രാമയുടെ പേരിൽ എത്ര അടയ്ക്കേണ്ടത്? പണം അടച്ചല്ലോ. അടച്ചോ? അതെ. ആരടച്ചത്? അതറിയില്ല, പണം അടച്ചിട്ടുണ്ട്. ആര്? വാ, നീ വാ. ആ, നല്ല ആൾക്കാരാ. എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ച തള്ള ഇവിടെ കൊണ്ട് നകിട്ട് മുങ്ങിയതാണെന്ന്. ഞങ്ങള് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. മെഡിക്കൽ ഷോപ്പ് ഈ റോഡിന്റെ അപ്പുറത്തുണ്ടല്ലോ. പക്ഷെ അവിടെ പണയം എടുക്കില്ലല്ലോ. മരുന്നും കൊടു. ഇനി ഇപ്പൊ മരുന്നൊന്നും വേണ്ട. മരുന്നും ബ്ലഡും ഒക്കെ കൊടുക്കാൻ അവരുടെ ബന്ധുക്കൾ തക്ക സമയത്തെത്തി. പൊയ്ക്കോ. ബന്ധുക്കളോ? അതാര്? എങ്ങനെയാ നന്ദി പറയാന്ന് എനിക്കറിയില്ല. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു കടമയായിട്ടേ എനിക്ക് തോന്നുള്ളൂ. ഇവനും കൂടി ഇവിടെ വന്നു. പോയില്ലേ? എക്സ്ക്യൂസ് മീ, രാധി എന്ന് വിളിക്കാമോ? ആരാണെന്ന് പറയണം? മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ മതി. ശരി. തൽക്കാലം ഞാൻ മാറിയെന്നാലോ? ഇത് മാറി നിൽക്കേണ്ട സമയമല്ല. അല്ല, പെട്ടെന്നൊരു നമ്മളിങ്ങനെ നമസ്കാരം. നമസ്കാരം. മണികണ്ഠൻ എങ്ങനെ അറിഞ്ഞത്? അതെ, സുഭദ്രാമത്തെ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഞാനും മിടുക്കനായ മാധവൻകുട്ടിയും കൂടെ ചേർന്ന കുറുപ്പ് മകൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ കൃഷ്ണൻകുട്ടി? അത് സെക്കൻഡ്, ഇതാണ് ഒറിജിനൽ. കുഞ്ഞലക്ഷ്മി ടീച്ചറിന്റെ. അവൻ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെയാന്നറിയില്ല. തക്ക സമയത്ത് കാറും കൊണ്ടുവന്നു.
ഈശ്വരനെ അയച്ചത്. ഇവിടെ വന്നപ്പോ ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. കൃഷ്ണൻകുട്ടിയാ പണം കിട്ടിയതും ബ്ലഡ് കൊടുത്തതും. അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ. സത്യം പറഞ്ഞ കാശില്ലാത്തോണ്ട് ഇവന്റെ മോതിരം പണയം വെച്ചാ ഇതെല്ലാം വാങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്രതീക്ഷിതമായിട്ടായതുകൊണ്ടാണ്. സാധാരണ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 1000 രൂപയെങ്കിലും പോക്കറ്റ് മണി ആയിട്ട് കരുതാറുണ്ട്. പക്ഷേ ഇന്നിട്ട ഷർട്ട് മാറിപ്പോയി. പണം എടുത്തിട്ട ഷർട്ടല്ല, പോരാൻ നേരത്തെ എടുത്തിട്ടത് അല്ലേ? അതെ. രാധികേ, ഒരു മിനിറ്റ്. ഇതാ വരണോ? നീ ആകെ കുളമാക്കിയല്ലോ. എന്ത് പറ്റി? മോതിരം പണയം വെച്ച കാര്യമൊക്കെ അവളോട് പറഞ്ഞെന്തിന്? എടാ, അത് നിന്നോടൊരു സിമ്പതി തോന്നാൻ വേണ്ടി പറഞ്ഞതാ. അമ്മയ്ക്ക് രക്തം കൊടുത്തു എന്നുള്ള സെന്റിമെന്റ്സ് പ്രയോഗിച്ച് അവൻ രാധയെ കുട്ടിയെ വളയ്ക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിനെന്തെങ്കിലും ഒരു തട വെച്ചില്ലെങ്കിൽ നിനക്ക് ആപത്താ, ഡേഞ്ചർ. മരുന്നിന് നീ കുടിച്ചോ? നീ നോക്കിക്കോ, ഇനി നമ്മൾ പോകാതെ അവൻ രാധികയെ പുറത്തേക്ക് വിടുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് അകത്തോട്ട് ചെന്നാലോ? അത് വേണ്ട, ഒരു രോഗി അകത്തുള്ളത്. നമുക്ക് വേറെ വഴി എന്തെങ്കിലും ആലോചിക്കാം. ഇനിയും ചോരയുടെ ആവശ്യം വരൂ? ഹോസ്പിറ്റലിന്റെ പോർട്ടിക്കയിൽ ഇരുന്നാ മതി. അത്യാവശ്യമുള്ളവർക്ക് ബ്ലഡ് ഏർപ്പാടാക്കി കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്. അവര് വന്ന് വിളിക്കുമ്പോ പോയാ മതി. സമാധാനമായല്ലോ. നീ ഇത് പിടിച്ചോ, ഞാൻ പോരാ. എവിടെ ഏജന്റിനെ കാണാൻ പോവാ? അതിന് ഇപ്പൊ സമയമില്ല. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ടാ. അതുമായിട്ട് വന്ന് അകത്തോട്ട് ഇടിച്ചു കയറാം. പിടിച്ചോ. ആരുടെ അമ്മേനെ കെട്ടിക്കാനെ നീവിനെ എഴുന്നള്ളിച്ചോണ്ട് അങ്ങോട്ട് ചെന്നത്? അമ്മയ്ക്ക് പ്രസവവേദന, മോൾക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ ഇത്. ഇവിടെ ആര് വീണവായെന്ന് അച്ഛൻ പറയുന്നേ? ഇവിടെ ആരും വീണ വായിച്ചില്ലടാ പൊട്ട. ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ള പോത്തെ ഇനി അതുമ പിടിച്ചു കയറിക്കോ. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് കുഴപ്പം. ഞാൻ മാറാരോഗ്യം എന്ന് പറഞ്ഞതിന് യാതൊരു വിഷമമില്ല. നിനക്ക് മാത്രല്ല, നിനക്കും നിന്റെ തള്ളക്കും അവൾക്കും അവളുടെ മോനും ഒക്കത്തിന് മാറാരോഗ. വേറൊന്നല്ല, അസൂയ, കുശുമ്പ്, പൗശന്യം. ഇതൊന്നും മാറാതെ ഇവിടെ ഒരാളും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ഒരു പെണ്ണുള്ളതിനൊന്ന് ഇറക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. അതിന്റെ ഇടയിൽ ദേ ചെറുക്കന്റെ ആൾക്കാർ വരുമ്പോ ഞാൻ പറയാൻ പോവാ, എന്റെ മോളുടെ കല്യാണം നടത്തണില്ലാന്ന്, എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. എന്റെ കല്യാണക്കാരി ഒരു അച്ഛൻ മുടക്കൊന്നും പറയണ്ട. അത് കൊയ്ത്ത് കഴിഞ്ഞിട്ടായാലും മതി. അതെന്താ നീ പാടത്ത് 12 പോണ്ട? ഒന്ന് വിളിച്ചോട്ട് പോടിയവനെ. ഇതെന്തിനാ എന്റെ മേക്കിട്ട് കയറുന്നത്? അച്ഛനെ അമ്മയുടെ മേക്കിട്ട് കയറുന്നത്. എന്നാ ഞാൻ നിന്റെ മെക്കറ്റിലാണ് കയറണം. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടികിട്ടില്ല കേട്ടോ. മെന്റലായ വിളിക്ക്. നീ വിളിക്ക്. അതല്ല, നീ വിളിക്ക്. അതാ അതിന്റെ ഒരു ശരി. അതുകൊണ്ടല്ല, മറ്റേവന് മാറാരോഗമാണെന്ന് പറഞ്ഞതൊരു പ്രശ്നമാവൂ. ഇതേപോലെ എത്രയോ മാറാ രോഗങ്ങളുടെ കഥകൾ അവര് കേട്ട് കാണും. അതൊക്കെ അപ്പോഴേ അവര് മറന്നു കാണും. അമ്മ ചീന്ന് നീട്ടി വിളിക്ക്. അമ്മേ, ഇവിടെ നിന്നാണോ വിളിക്കേണ്ടത്? അകത്തോട്ട് ചെല്ല്. നിന്നെ കോച്ച് ചെയ്ത് ഞാനൊരു വഴിയാവും. ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഒന്നുകൂടെ വിളിക്ക്. അമ്മേ, രാവിലെ തുടങ്ങി. മോളെ, ഭിക്ഷക്കാർ വല്ലവരും ആയിരിക്കും. ഒരു പിടി അരി എടുത്തു കൊടുക്ക്. കുട്ടി ഇവന്റെ വിളി കേട്ടിട്ടാവും ധർമ്മക്കാരനെന്ന് തെറ്റിദ്ധരിച്ചതല്ലേ? അമ്മച്ചി ഇല്ലേ? എന്തിനാ? ഇനി വല്ല നുണയും പറഞ്ഞ് ധരിപ്പിക്കാനാണോ? സോറി, അന്ന് അപ്പ തോന്നിയ ദേഷ്യത്തിന്. എനിക്കത് തോന്നി. എങ്ങനെ? മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ആളൊരു സ്നേഹപ്പാരയാണെന്ന്? കയറിയിരിക്കൂ. സ്നേഹപ്പാര. നീ ഒരു തരം പുഴുങ്ങിയ ചിരിയിരിക്കരുത്. ഇതൊക്കെ ഒരു ഹ്യൂമർ സെൻസിൽ എടുക്കണ്ടേ? ബി എ ഗുഡ് ബോയ്. കമോൺ കമോൺ. എന്താ ഇത്? മറ്റൊന്നും തോന്നരുത്. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. ഇതിൽ 40,000 രൂപയുണ്ട്. നിങ്ങൾക്ക് എന്താ പലിശക്ക് കൊടുക്കുന്ന ഏർപ്പാടുണ്ടോ? ഈശ്വര, അങ്ങനെയൊന്നുമില്ല. ഇത് മാഷക്ക് അവകാശപ്പെട്ട പണമാണെന്ന് കരുതിയാ മതി. നിങ്ങൾ എന്താ ഈ പറയണേ? ഇവിടെ ഇനി ഒരു ടീച്ചറുടെ വേക്കൻസി ഉണ്ടാവാൻ 6-7 മാസം കഴിയും. എന്റെ മോക്ക് ഒരു ജോലി കിട്ടാനുള്ള കൈക്കൂലിയായിട്ട് ഇതിനെ കരുതണ്ട. പിന്നെ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒരു കാര്യമില്ലാതെ 40,000 രൂപ കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? കൈമേന്ന് വിടൂ. ഇവിടെ വരിക ഒരു കാര്യമില്ലാതെ അന്തർ കൈ പിടിച്ചു വലിക്കൂല. എന്താണ് ഒരു ചിന്താശേഷി ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത്? അവരുടെ മനസ്സിലിരിപ്പ് മാഷക്ക് പിടിയിട്ടില്ലേ? ഞാൻ എന്താ കണിയാനാ ഗണിച്ച് കണ്ടുപിടിക്കാൻ? അവർ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഇത് മാഷക്ക് അവകാശപ്പെട്ട പൈസ ആണെന്ന് കൂട്ടിക്കോളിന്ന്. എന്താണ് അതിന്റെ അർത്ഥം? എന്താ? അവരതൊരു സ്ത്രീധനായിട്ടാ തരുന്നത്. ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് 3ാമതൊരു കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനാണ് നിന്റെ അല്ലേ? 2 ഉള്ളതിനെ കൊണ്ടു നടക്കാനുള്ള പാട് എനിക്ക് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. അന്ത്രു, നിന്റെ തല ഈ ചുമരമ്മ കൂട്ടി ഒരു അതല്ലാന്ന്. പിന്നെ നമ്മളെ കൃഷ്ണൻകുട്ടിയെ കൊണ്ട് ഓരോ മോളെ കെട്ടിക്കാൻ ഒരു കണ്ണുണ്ട്. ഏ മോന്റെ സ്ത്രീധനം വാങ്ങി മോളെ കെട്ടിക്കല് പുത്തരിയൊന്നല്ലല്ലോ. അവരെങ്ങനെ പറഞ്ഞ?
ഇതൊക്കെ എന്നാ ഇപ്പൊ വിസ്തരിച്ച് പറഞ്ഞു ഭർത്താവും കേട്ടാൽ അറിഞ്ഞൂടെ? ഞാനിപ്പോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, നിങ്ങൾ പോയ പൈസ വാങ്ങ്. എന്നാ താങ്ങോട്ട് വന്നേ. നിങ്ങൾ കൈ പിടിച്ചിരിക്കുന്നതിന് ആ. ചെറിയ കുട്ടിയെത്താണ് ഞാൻ. പക്ഷെ അതിനു മുമ്പ് ഒരു മുന്നറിയിപ്പുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് സമാധാനമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. വെറുതെ വെളിച്ചപ്പാട് തുള്ളരുത്. മാഷ് കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാൻ തുള്ളണോ വേണ്ടായോന്ന്. എന്നാ കാര്യമൊന്നുമില്ല, ഞാൻ പറയണില്ല. പറ എന്റെ മാഷ്, പെണ്ണങ്ങല്ലേ? വേണ്ട. പറയുന്നേ. അതെ, വലിയ കോയിക്കൽ തറവാട്ടുകാരായിട്ട് ഒരു ബന്ധുത്വം ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കതൊരു അഭിമാന. അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീരട്ടെ, അതിനുമുമ്പ് നീ അതിന്റെ മൂളി കയറി ചാടി പിടിച്ചാലോ? രാധികയുടെ കാര്യല്ലേ പറയാൻ പോണത്. ഇനി ഒന്നും പറയണ്ട, നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം അങ്ങ് നടത്തുക. അപ്പോ നിനക്ക് എതിർപ്പൊന്നുമില്ലേ? എതിർപ്പോ? ഇതെന്റെ ഒരു വാശിയും കൂടെയാ. വലിയ കോയിക്കലെ പെങ്കൊച്ചിന്റെ കഴുത്തേൽ ആരാ താലി കെട്ടണമെന്ന് എനിക്ക് ചിലരെയൊക്കെ ഒന്ന് കാണിക്കാനുണ്ട്. സത്യത്തിൽ ആരെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യം നീ പറയണേ? മാധവൻകുട്ടിയെ കൊണ്ട്. അതെ. എന്താ അല്ലേ? അവനെ കൊണ്ട് തന്നെ.